ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ നഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു നഴ്സിംഗ് ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസ് ആണോ എങ്കിൽ നിങ്ങൾക്കുള്ളൊരു അപ്ഡേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈഡ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇൻസൈഡ് 360യുടെ മൊബൈൽ ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈഡ് 360യുടെ മെൻറ്റേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എടുക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പല കുട്ടികളും നമ്മളെ വിളിക്കാറുണ്ട്. എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്? ഇത് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലി ചെയ്യുക ഇത്രയല്ലേ ഉള്ളൂ എന്നാണ് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിലുള്ള പല കുട്ടികളും. എന്താണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്? ഇതൊരു ഷോർട്ട് ടൈം ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് ക്ലിനിക്കൽ സ്കിൽസും അതുപോലെ തന്നെ പ്രൊഫഷണൽ നോളജും ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതിലൂടെ നിങ്ങൾ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ തന്നെ കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ നഴ്സിംഗ് കരിയറിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഒരു സ്കിൽ ബൂസ്റ്റർ ആണ് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഈ കോഴ്സുകളാണ് നിങ്ങളുടെ ഈ ഒരു ജനറൽ നഴ്സ് ആക്കണോ അതോ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ ഡിമാൻഡഡ് നഴ്സ് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ കോഴ്സുകളിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്നാൽ നിങ്ങൾ ഒരു ക്ലിനിക്കൽ കോൺഫിഡൻസ് നിങ്ങളെ വർദ്ധിപ്പിക്കും. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്കൊരു 100% കൂടി കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പ്ലേസ്മെന്റ്, അതായത് നിങ്ങൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലാണോ കറന്റ് വർക്ക് ചെയ്യുന്നത്, സ്പെഷ്യലൈസേഷൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹയർ പൊസിഷനിൽ പ്ലേസ്മെന്റ് ലഭിക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ബെറ്റർ സാലറി ഇതിലൂടെ ലഭിക്കും. നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു നേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് നിങ്ങളുടെ CV ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നഴ്സിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷനുള്ള ഒരു അപ്ഗ്രഡേഷൻ പോലെയാണ്. വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഒരുപാട് കോഴ്സുകളുണ്ട്. 2-3 കോഴ്സുകൾ ഞാൻ ഇവിടെ പറയാം. ഒന്ന് BLS, അതുപോലെ തന്നെ ACLS, അതുപോലെ OT നഴ്സിംഗ്, PALS കോഴ്സിങ്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, NICU, അതായത് PICU, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗ്. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഏതൊക്കെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഇതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ DM ചെയ്യൂ. സോ പ്ലീസ് ഷെയർ ദിസ് ഇൻഫോർമേഷൻ ആൻഡ് ഡൗൺലോഡ് ദ ഇൻസൈഡ് 360 ആപ്പ്.